അടക സേനാപതി വേണു, താങ്കൾ ഒരു വിമുക്ത ഭടനാണ്, താങ്കളുടെ ചോര തിളക്കുകയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും നോക്കൂ, താങ്കളുടെ പാർട്ടി ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദുസമീപനമാണ് സ്വീകരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നേയില്ല. മാത്രമല്ല, പാകിസ്ഥാനെ പോലും കടന്നാക്രമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നോക്കൂ, രാജ്യം ഒന്നടങ്കം വേദനിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു മലയാളിയെയും ഒരു രാജ്യസ്നേഹിയെയും നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഇന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ അവിടം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? കോൺഗ്രസ് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ആദ്യത്തെ പ്രതികരണവും എപ്പോഴും പ്രതികരണ രംഗത്ത് മുന്നിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രതികരിക്കുന്നുണ്ട്, അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും പോരാ. ആരെയൊക്കെ ഭയക്കുന്നു നിങ്ങൾ? അല്ല, ഞങ്ങൾ ആരെയും ഭയക്കേണ്ടത്? ഞങ്ങൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. 58 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഞങ്ങൾ അങ്ങനെ ആരെയെങ്കിലും ഭയക്കേണ്ടതോ അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ട് പിന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങളില്ലല്ലോ. അല്ല, എന്തുകൊണ്ട് ഇത് ഇസ്ലാമിക തീവ്രവാദമാണ്, ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല ഒരു കോൺഗ്രസ് നേതാവും? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ തീവ്രവാദത്തെ നമ്മളൊരു മതത്തിന്റെ പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ന തീവ്രവാദം അല്ല എന്നുള്ളതല്ലല്ലോ. പാകിസ്ഥാൻ സ്പോൺസർ തീവ്രവാദത്തിന് മതമുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്? സേനാപതി വേണു, തീവ്രവാദത്തിന് മതമുണ്ട് എന്നല്ലേ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ അത്? അല്ല, മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഹിന്ദുത്വ തീവ്രവാദം എന്ന് ഇടക്കിടക്ക് പറയുന്നത് എന്തുകൊണ്ടാ? അത് ഹിന്ദു മതത്തിന്റെ പേരിലോ ഇസ്ലാം മതത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ പേരിലോ ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ കൊല്ലുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന പ്രക്രിയ, അത് മതത്തിന്റെ പേരിൽ ആര് നടത്തിയാലും അത് മത തീവ്രവാദമാണ്. എന്നതുകൊണ്ട് മതം മുഴുവൻ തീവ്രവാദികളുടേതായി എന്നുള്ള അർത്ഥമില്ലല്ലോ. എല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ മുഴുവൻ തീവ്രവാദികളായി എന്നുള്ള അർത്ഥത്തിലാണോ മതത്തിനകത്ത്? കാരണം ഇന്നിപ്പോ ഇവിടെ ശ്രീ ആർ വി ബാബു വളരെ വിശദമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് അവിടെ വെടിയേറ്റ് വീണ ശ്രീ രാമചന്ദ്രന്റെ മകൾ ആരതി, അവര് പറഞ്ഞത് അവരെ സംരക്ഷിക്കാനായിട്ട് അവിടുന്ന് തിരിച്ചു പോരുന്നത് വരെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് അവിടെ ഈ പോണി, അതായത് കുതിരയെ കൊണ്ടു നടക്കുന്ന 2 മുസ്ലിം സഹോദരന്മാരാണ്. അപ്പൊ അവർ തീവ്രവാദികളായിരുന്നെങ്കിൽ ഇവരെ കൊല്ലാനായിട്ടല്ലേ അവർ കൂടേണ്ടത്. അപ്പോൾ ഇസ്ലാമിലുള്ള ആളുകൾ തീവ്രവാദികൾ എന്നതുകൊണ്ട് ഇസ്ലാം മുഴുവൻ തീവ്രവാദമെന്നോ, ഹിന്ദുവിലുള്ള ആരെങ്കിലും തീവ്രവാദി ആയതുകൊണ്ട് ഹിന്ദുത്വം മുഴുവൻ തീവ്രവാദമെന്നോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആരെങ്കിലും 2 പേർ തീവ്രവാദികളായതുകൊണ്ട് മുഴുവൻ തീവ്രവാദമാണ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു വ്യാഖ്യാനം, ആ ഒരു നറേറ്റീവ് അതൊട്ടും ശരിയല്ല. തീവ്രവാദിയെ തീവ്രവാദിയായിട്ട് കാണണം, തീവ്രവാദി അല്ലാത്തവരെ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കാത്തവരെ അങ്ങനെയും കാണണം. അങ്ങനെ കണ്ടു എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വേണോ മതം ചോദിച്ചല്ലേ ഇവിടെ വെടിവെച്ചു കൊന്നത്? കലീമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ചു കൊന്നു. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അല്ല, എവിടെയെങ്കിലും നമ്മുടെ സൈനികരൊക്കെ മതം നോക്കിയാണോ ഇവരൊക്കെ പ്രതിയോഗികളെ വെടിവെച്ച് വീഴ്ത്തുന്നതാണോ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവര് ടെററിസ്റ്റുകളാണ്, ഇവര് തീവ്രവാദികളാണ്, ഇവര് പാകിസ്ഥാന്റെ പിൻബലത്തോടു കൂടി കശ്മീരിൽ അശാന്തി ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവര് സ്വാഭാവികമായിട്ടും മതം ചോദിച്ചുകൊണ്ടല്ലാതെ പിന്നെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താ? അവിടെ മതവൈരം, അവിടെയല്ല, കശ്മീരിലല്ല, നേരത്തെ ഉണ്ടായിട്ടില്ല. എങ്ങനെ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ ഇൻസിഡന്റ് നേരത്തെ നിങ്ങൾ ഹിന്ദു ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആണോ അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാവുന്നൊന്നും എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല കേട്ടോ. അല്ല, നമ്പ്യാരെ മനസ്സിലാക്ക്, ഓരോ കാലഘട്ടങ്ങളിലും ഈ തീവ്രവാദികൾ എവിടെയെങ്കിലും ആക്രമണം നടത്തും. അത് പാർലമെന്റിൽ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ പാർലമെന്റ് ആക്രമിക്കും. അത് എന്താ പറഞ്ഞേ, കാർഗിലിൽ നുഴഞ്ഞു കയറാൻ അവസരമാണെങ്കിൽ അവിടെ ആക്രമണം നടത്തും.
പഠാൻകോട് അവസരം കിട്ടിയാൽ അവർ ആക്രമണം നടത്തും. പുൽവാമയിൽ അവസരം കിട്ടിയാൽ അവർ അവിടെ ആക്രമണം നടത്തും. ആക്രമണം നടത്തുന്ന തീവ്രവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട് നന്നാകുകയോ നമ്മുടെ ജനതയെ നന്നാക്കുക എന്നുള്ളതല്ലല്ലോ. അവിടെ കലാപം ഉണ്ടാക്കുക, നാശമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് കിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ ഓരോ രീതിയിൽ അവർ പരിശോധിക്കുന്നു. അപ്പോ മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ തന്നെ ആ മതത്തിൽപ്പെട്ട ഒരാള് അവിടെ ഈ കുതിരസവാരി നടത്തുന്ന ഒരാൾ അതിനെ തടയാനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദം എന്നുള്ളത് ഇത് തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനം, അതിന് മതത്തെ മറയാക്കുന്നു എന്നുള്ളതാണ്. ആ മറയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അവർ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരും അവരെ കണ്ടെത്തുകയും അവരെ വേരോടെ പിഴുതെറിയുകയും ചെയ്യണം. അത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്, അത് ഭരണകൂടം ചെയ്യും. അതല്ലാതെ തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരാരാ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ പറഞ്ഞ മാറ്റി സേനാപതി വേണുവിന്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആഗോള തീവ്രവാദം അത് പാകിസ്ഥാനിൽ മാത്രമല്ലല്ലോ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനില്, സിറിയയില്, അവിടുന്നെല്ലാം ഈ തീവ്രവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. അതാണല്ലോ ഹമാസിന്റെ ആളുകൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവരൊക്കെ ഏത് മതത്തിന്റെ പ്രതിനിധികളാണ്? പശ്ചിമേഷ്യൻ രാജ്യത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, സൗദി രാജാവ് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ സൗദി രാജാവിന്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ ഗാസയിൽ അവിടെ ബോംബാർഡ്മെന്റ് നടത്തുന്നവരോ കലാപം നടത്തുന്നവരെ പിന്തുണയ്ക്കാനോ അവരുടെ കാര്യം ചർച്ച ചെയ്യാനോ ഞങ്ങൾ പോകുന്നില്ല എന്ന് ഇന്ത്യയിലെത്തിയ സൗദി രാജകുമാരൻ. അവിടെ മുഴുവൻ ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതല്ലേ, 99 അല്ലെ 100% ആളുകളും. എന്തേ അവിടെയൊന്നും കലാപമില്ലാത്ത? അപ്പോ എല്ലാവരും കലാപകാരികളല്ല, ചിലർ കലാപകാരികൾ. ആ കലാപകാരികളെ അകറ്റി നിർത്താനും അവരെ കണ്ടെത്താനും അവർ എന്തിനു വേണ്ടി കലാപം നടത്തുന്നു? കശ്മീരിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കലാപം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ മുസ്ലിം സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. പാകിസ്ഥാൻ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവരുടെ ജനശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകണം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ്, പെഷാവാറിൽ നിന്ന് കൊറ്റായിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് അത് തടഞ്ഞു നിർത്തുകയും അതിനകത്ത് ആക്രമണം ഉണ്ടാവുകയും ഡസൻ കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോ അവിടെ ഒരു ഭരണ തകർച്ചയോ അല്ലെങ്കിൽ അവർക്ക് ഭരണപരമായ കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാൻ പറ്റാതെയോ വരുന്ന സാഹചര്യത്തിൽ അവര് ഈ രീതിയിൽ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ കലാപവും പ്രതിസന്ധിയും ഉണ്ടാക്കുകയും ആ കലാപം ഉണ്ടാക്കാൻ വരുന്ന തീവ്രവാദികൾ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഒരുതരം കൊട്ടേഷൻ സംഘം പോലെയാണ്. പാകിസ്ഥാനും അവരുടെ ISIയും ഈ കൊട്ടേഷൻ സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും തീറ്റിപ്പോറ്റുന്നതാണ്. ആ തീറ്റിപ്പോറ്റുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും രണ്ടുപേരെ കൊല്ലണം, അത് അപരാധിയെന്നോ നിരപരാധിയെന്നോ ഒന്നുമില്ല, എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കണം. ഈ വന്നിരിക്കുന്ന തീവ്രവാദികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ചാവേറുകളല്ല, ഇവർ സ്വയം പൊട്ടിത്തെറിക്കാൻ വന്നവരല്ല. ഇവര് പാകിസ്ഥാൻ കൊടുത്തുവിട്ട് തോക്കും പണവും ആയുധവുമായിട്ട് വന്ന് ഇവിടെ കലാപം ഉണ്ടായിട്ട് തിരിച്ചുപോയി അവരുടെ പണം കൊണ്ട് അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പോകുന്ന കലാപകാരികളാണ്, ടെററിസ്റ്റുകളാണ്. അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതല്ലാതെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിനെ നടത്തുന്നത് എങ്കിൽ ആ കലാപകാരികളെ. സേനാപതി വേണു, അവിടെയാണ് ഒരു പരാതി. അങ്ങനെ തിരിച്ചറിയാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ തോളിൽ കൈവച്ചാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി നടക്കുകയും അതിനുള്ള പരാതി, ആക്ഷേപമാണ്. നിങ്ങൾ നമ്പ്യാരെ, കോൺഗ്രസ് പോലൊരു പാർട്ടി, നിങ്ങൾ അറിയണം, ഈ പാർട്ടിയിലെ 90% ആളുകളും ഹിന്ദുക്കളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ മുസ്ലിം ലീഗ് ഇല്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എവിടെയാ മുസ്ലിം ലീഗ്? എന്റെ നമ്പ്യാരെ, ഈ കേരളത്തിൽ, മലബാറിൽ, കേരളത്തിലല്ലോ, ഞങ്ങൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെയൊന്നും മുസ്ലിം ലീഗിന്റെ ബലത്തിലല്ലോ ഞങ്ങൾ ജയിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അല്ല, ഇതൊക്കെ നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഒരു നറേറ്റീവ്, ഞങ്ങൾ മുസ്ലിം തീവ്രവാദത്തെ പിന്താങ്ങുന്നു, മുസ്ലിം തീവ്രവാദത്തെ. നിങ്ങൾ അറിയണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരെ എണ്ണത്തെ സൂചിപ്പിച്ചാൽ ഓൾ ഇന്ത്യ തലത്തിൽ 90% ആളുകളും, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചലഞ്ച് നടത്തിയിട്ട് ജമ്മു ആൻഡ് കശ്മീർ മുതൽ നമുക്ക് കന്യാകുമാരി വരെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എണ്ണം എടുക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു നറേറ്റീവ് കേരളത്തിൽ അങ്ങ് അടിച്ചിറക്കുകയാണ്. കോൺഗ്രസ് മുസ്ലിം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു. നമ്പ്യാരെ, അങ്ങനെ ഒരു പാർട്ടി ഒന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. 58 കൊല്ലക്കാലം ഈ രാജ്യം ഞങ്ങൾ ഭരിച്ചപ്പോ, 58 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച ഞങ്ങൾ ഒരു തീവ്രവാദികളെ, ഏറ്റവും അധികം തീവ്രവാദത്തിന് വിധേയമായ ഒരു പാർട്ടിയാണ്
ഇന്ത്യൻ തീവ്രവാദ ഭീഷണികൾക്ക് വിധേയമായ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.